ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വ്ളോഗൊന്നും എടുക്കുന്നില്ല, വെറുതെ ആക്ക പോലെ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാം, അല്ലാതെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നതാണ് കേട്ടോ. അമ്മ ഇവിടെ ഇല്ല, അച്ഛൻ പുറത്ത് പോയതാണ്. അമ്മ വേങ്ങേരി പോയി, എല്ലാവരും എല്ലാ വഴിക്കും പോയി, ഞാനും മോനും മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ആക്കം പോലെ പണിയൊക്കെ തീർത്തിട്ട് എന്താ പറയുക, അങ്ങനെ അങ്ങനെ വെറുതെ ഇന്ന് ചില്ല് ചെയ്ത് വെറുതെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് നിന്നതാണ് കേട്ടോ. പെട്ടെന്നായിരുന്നു ഗൈസ് ആ ഒരു കോൾ. ഇന്ന് ശ്രുതി വരുന്നുണ്ട് എന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹസ്ബൻഡ് ഇല്ല, അവൾ മാത്രമേ വരുന്നുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത്. ഇനി ഓളെ വല്യമ്മ ഉണ്ടോ കൂടെ എന്നുള്ളത് അറിയില്ല. പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു, ചേച്ചി ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, സമയം ഇപ്പോൾ 12:15 പഠിച്ചു. 12:30 ഒരു ബസ് ഉണ്ട്, അമ്മ അതിൽ കയറാമെന്ന് പറഞ്ഞു. ഞാൻ അമ്മനോട് വിളിച്ച് പറഞ്ഞിട്ടോ അവൾ വരുന്നുണ്ട് എന്നുള്ളത്. ആദ്യം വരുന്ന കാര്യമില്ലല്ലോ. അപ്പം ഞാനാണെങ്കിൽ ഇവിടെ ഒരു പരിപ്പും തക്കാളിയും മുളകിട്ട് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് പണി തീർക്കാനാണല്ലോ ഞാൻ അടുക്കളയുള്ള സമയത്ത് ഞാൻ നോക്കുക. അപ്പം അത് ചെയ്തിട്ട് ചോറായി, പിന്നെ ഒന്നുമില്ല, അത് മതി എന്നൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ നിന്നതാണ്. പെട്ടെന്ന് വിളിച്ച് പറഞ്ഞതിനോണ്ട് ഇനിയിപ്പോൾ സമയമില്ല, 12:15 ഇപ്പം തന്നെ 10 ബസ് കയറിയിട്ടുണ്ടാവും. 12:30 ബസ്സൊക്കെ കിട്ടുമെന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും അടുക്കളയിൽ നിന്ന് പണിയൊക്കെ ദുരിതം തീർത്തിട്ട് വേണം ഭഗവാനേക്ക് ഒന്ന് കുളിക്കാൻ വേണ്ടിയിട്ട്. എന്താ പറയുക, പണി പെട്ടെന്ന് തീർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറേ നേരം സംസാരിച്ചിരിക്കാമല്ലോ. അവൾ നാളെ തിരിച്ച് പോകും കേട്ടോ. ഇന്നലെ വൈകുന്നേരം വന്നത്. അപ്പോൾ നാളെ പോവും. അപ്പോൾ കുറച്ച് നേരം സംസാരിച്ചിരിക്കാമല്ലോ ഇങ്ങനെ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വേഗം തന്നെ ഇതാക്കുകയാണ്. അപ്പോൾ അച്ഛനെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരാൻ. അച്ഛൻ ചിലപ്പോൾ ചിക്കൻ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു മസാല ഇവിടെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. വീഡിയോ എടുക്കാൻ എനിക്ക് സമയമില്ല ഗൈസ്. ഞാനിവിടെ കോഴിമുട്ട ഞാനിങ്ങനെ ചിക്കിയിട്ട് ഉപ്പേരി പോലെ ഉണ്ടാക്കൂലേ, അത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഓൾറെഡി. ഇപ്പം ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. ചോറ് വാർത്തൂറ്റാനുണ്ട്. ചിക്കൻ കറിയിലേക്ക് വേണ്ടിയിട്ട് ഒരു മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതൊക്കെ വേഗം ചെയ്യട്ടെ കേട്ടോ. ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എല്ലാ സാധനങ്ങളും പെട്ടെന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി, ഉള്ളി, ഈ സാധനങ്ങളൊക്കെ മുറിക്കാണ്ട് കഴിച്ചിട്ട് ആകെ 2 കൈയല്ലല്ലോ, ഞാൻ എന്ത് ചെയ്യാറുണ്ട്, 4 കൈയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് സുഖമല്ലേ. അപ്പോൾ ഞാൻ എന്തായാലും അതൊക്കെ ചെയ്യട്ടെ കേട്ടോ. എന്നിട്ട് ഞാൻ ബാക്കി എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാം കേട്ടോ ഉണ്ടാക്കി കഴിഞ്ഞിട്ട്. സോറി ഗൈസ്, എനിക്ക് ഉണ്ടാക്കിയ സാധനങ്ങളൊന്നും കാണിക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ചോറൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൾക്ക് പുഴേൻ്റെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഡബിൾ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഡബിൾ പുഴേൻ്റെ അടുത്ത് പോയിട്ട് അവളിപ്പോൾ അങ്ങോട്ട് വരലില്ലല്ലോ. അപ്പോൾ അത് കാരണം പുഴേൻ്റെ അടുത്തൊക്കെ പോയിട്ട് ജസ്റ്റ് കാണാം അങ്ങനെ നിൽക്കുമ്പോഴാണ് കേട്ടോ ഇങ്ങനെ ഒരാൾ പുതിയതായിട്ട് വന്നത്. ഞാൻ അറിഞ്ഞത് എൻ്റെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉള്ളത് ഞാൻ മാത്രമേ അറിയാത്തതുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹൗസ് ബോട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. ഹൗസ് ബോട്ടിലെ ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. പക്ഷേ സ്പീഡ് ബോട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ കാണുന്നത്. വന്നതിനോട് എന്തായാലും സ്പീഡ് ബോട്ട് ഒന്ന് കാണാൻ വേണ്ടി പറ്റിയിട്ടോ, പുഴയിൽ കൂടെ പോകുന്നത്. അമ്മേ, അപ്പം അങ്ങനെ അതും കുറച്ച് നേരം കണ്ട് കുറച്ച് കഥകളൊക്കെ പറഞ്ഞു. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ കുറേ നേരം ഞങ്ങളങ്ങനെ സ്പെൻഡ് ചെയ്തിട്ട് അവിടെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഹൗസ് ബോട്ട് പോകുന്നതാണ്. ശരിക്കും ഇത്രയും കാലമായിട്ട് ഈ ഹൗസ് ബോട്ടും അതേപോലെ തന്നെ എന്താ പറയുക സ്പീഡ് ബോട്ടും ഒക്കെ ഇവിടെ ഉണ്ടായിട്ട് ഞാൻ ഇതുവരെ അതിലൊന്നും കയറിയിട്ടില്ല കേട്ടോ ഗൈസ്. കയറണമെങ്കിൽ നമുക്ക് അക്കരെ കണ്ടോ, അക്കരെ പോയിട്ട് വേണം കയറാൻ വേണ്ടി. നമ്മൾ ഇക്കരയല്ലേ, അപ്പം നമ്മൾ അക്കരെ പോകണമല്ലോ. ഈ തോണിയൊന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ തോണിയിൽ പോയി വരാൻ പറ്റുന്ന ദൂരമല്ലോ. നമ്മൾ ചുറ്റി തിരിഞ്ഞ് പോകുമ്പോൾ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. പക്ഷേ അങ്ങോട്ട് ചാടി നീന്തിയാലോ എന്ന് ഞങ്ങളിങ്ങനെ ചിലപ്പോൾ വിചാരിക്കാറുണ്ട് കേട്ടോ. പക്ഷെ എന്താണെന്നറിയോ, നീന്താനറിയില്ല. പിന്നെ അത് മാത്രമല്ല ഈ പുഴയിൽ മൊത്തത്തിൽ ചേരിക്കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ താഴ്ന്നു പോകും. പിന്നെ തീരെ നീന്തേണ്ട ആവശ്യം വരില്ലല്ലോ. അപ്പോൾ അതിനുകൊണ്ട് അങ്ങനത്തെ പരിപാടിക്ക് ഞങ്ങൾ പോകാറില്ല. പിന്നെ അറിയുന്ന ആളുകളെ ഇരുന്നില്ലേ കക്ക എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങും കേട്ടോ. അല്ലാതെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി വെറുതെ കിട്ടും. എന്തിനാ വെറുതെ ചോദിച്ച് വാങ്ങാൻ വേണ്ടി കളിക്കുന്നത്. ഞങ്ങൾ ആദ്യം കക്ക എടുക്കാൻ വേണ്ടി പോകലുണ്ടായിരുന്നു കേട്ടോ. കരയ്ക്കലില്ലേ, കരേൻ്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ വടി വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളെ ചിരട്ടയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മാന്തിയിട്ടുണ്ടെങ്കിൽ ചളിയിൽ ഇങ്ങനെ ഇളക്കിയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ കക്ക കിട്ടും. ഞങ്ങൾ ആദ്യം അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് പോകലുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് നമ്മൾ അങ്ങനെ പോകാൻ വേണ്ടി പറ്റില്ല, താഴ്ന്നു പോകും. നല്ല ചളിയുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ടേക്ക് ആരെയും വരുന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാത്ത ആളുകളൊക്കെ ഇറങ്ങിയിട്ട് വെറുതെ നീന്താനോ പിടിക്കാനോ ഒന്നും നിൽക്കരുത് കേട്ടോ. കാരണം താന്നു പോകും, ചീരിക്കുഴി ഉള്ളതാണ്.
പണ്ട് ഇങ്ങനെ ചേരിയൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ താഴ്ത്തി വെക്കുമല്ലോ, അവിടെ ഇങ്ങനെ കയറുണ്ടാക്കുന്ന ചൂടിക്കയറില്ലേ ചകിരീൻ്റെ, അത് ഉണ്ടാക്കുന്ന പരിപാടി ഉള്ളതാണ്. അപ്പോൾ അത് കാരണം ആ ചേരിയൊക്കെ അങ്ങനെ താഴ്ത്തി വെക്കുന്ന സ്ഥലമുള്ളത്. അപ്പോൾ അവിടെ താന്നു പോകട്ടോ, അറിയാത്ത ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് 3 കൊറിയറാണ് ഗൈസ് നമുക്ക് വന്നത്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി അവിടെ വെച്ചിട്ട് പെട്ടെന്നുള്ള തീരുമാനത്തിൻ്റെ പിറകെ നമ്മളിതാ ശ്രുതീൻ്റെ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. പെട്ടെന്നായിരുന്നു തീരുമാനിച്ചത്. അപ്പോൾ പിന്നെ നമ്മൾ ഏതായാലും അവൾ വന്നതല്ലേ, അവൾ നാളെ പോവുമല്ലോ, അപ്പോൾ അത് കാരണം നമ്മൾ പെട്ടെന്ന് പോകാമെന്ന് ഓർത്ത്. അങ്ങനെ ബസ്സിന് പോകാമെന്ന് ഓർത്ത് ബസ്സിന് കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴത്തേക്ക് ബസ് പോയിട്ടോ. പിന്നെ നമുക്കൊരു ഓട്ടോ കിട്ടി. ഓട്ടോയിൽ നമ്മൾ കക്കോടി പോയി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നമ്മൾ അവളെ വീട്ടിലേക്ക് ബസ്സിന് പോവാട്ടോ ചെയ്തത്. ബസ്സിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മളെ വീട്ടിലെത്തി. ഇത് ആക്ച്വലി പിറ്റേ ദിവസമാണ് കേട്ടോ. അന്ന് പോയി കുറേ സംസാരിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കിടന്നുറങ്ങി. ഒന്നും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ഗൈസ്. ഞാൻ നിങ്ങളെ പറ്റിച്ചു. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ തന്നെ ഇരുന്ന് ഇതാ ഈ കാണുന്ന പോലെ നമ്മളിങ്ങനെ നിഴലിലിങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി ഇങ്ങനെ കളിക്കുമല്ലോ, ടൈം പാസ്. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, വേറൊന്നുമില്ല. അപ്പോൾ കുറേ നേരമൊക്കെ കഴിഞ്ഞ് അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ കഴിഞ്ഞ് കുറേ ഇരുന്ന് അങ്ങനെ വൈകുന്നേരം നമുക്കൊരു റിസപ്ഷന് പോകാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ റിസപ്ഷനൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി റിസപ്ഷനും സ്പേസും അതേപോലെ തന്നെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. എന്നെയും മോനെ അവൾ വീട്ടിലേക്ക് കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് കാറുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ കൊണ്ടാക്കി തരും. പിന്നെ അവളെ വല്യമ്മേനെ വീട്ടിലാക്കിയിട്ട് അവൾ ഹസ്ബൻഡും തിരിച്ച് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകും കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി അന്ന് കഥകളൊക്കെ പറഞ്ഞ് കിടന്നുറങ്ങി. രാവിലെ എണീറ്റത് ഇങ്ങനെ ഒരു ന്യൂസ് കേട്ടാണ് കേട്ടോ. അങ്ങനെ ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ട് അച്ഛൻ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെമ്മീനാണ് വാങ്ങിയത്. ആക്ച്വലി ഇന്ന് ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചല്ലോ കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും ഈ എന്താ പറയുക ന്യൂസിൽ കാണുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നില്ലോ. അപ്പോൾ ഞാൻ ഓർത്ത് ഏതായാലും കാണാമല്ലോ. എല്ലാ കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ കറി ഇതാണ്. ഞാൻ ചെയ്ത് കൂട്ടി, എനിക്കൊന്നും ഓർമ്മയില്ലടോ. അങ്ങനെ കുറേ ഫുഡ് കഴിക്കുന്നൊന്നുമില്ല കേട്ടോ. കുറച്ച് ചെമ്മീനെടുത്ത് പൊരിക്കുകയും കൂടി ചെയ്ത്. പിന്നെ നമ്മൾ ഇന്നലെ വന്നപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളാണ് കേട്ടോ ഗൈസ്. ഇത് ഇവിടുന്ന് കൊണ്ടുപോയ സാധനങ്ങളാണ്. അവിടുന്ന് അലക്കിയിട്ടൊന്നും ഇല്ലായിരുന്നു. അത് തിരിച്ചിങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് പിന്നെ നമ്മൾ അലക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. പൈപ്പിൽ വെള്ളം ഉണ്ടായിരുന്നു, അപ്പോൾ വേഗം അലക്കാം എന്ന് ഓർത്തിട്ട് പെട്ടെന്ന് തന്നെ അലക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇത് നമ്മുടെ ഫേസിലിടുന്ന പാക്കിൻ്റെ ഇതായിരുന്നു. അത് ഇത്രയും ആക്കി ഇന്നലെ ഇത് വെച്ചിട്ട് ശ്രുതീൻ്റെ മുഖത്തൊക്കെ കുറച്ച് നേരം ഇട്ടൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടോ. കണ്ടുകൊണ്ടിരിക്കുകയാണ് കുട്ടികളെ. യുദ്ധം ഉണ്ടാകുമോ ഇല്ലയോ, ടെൻഷൻ അടിച്ചിരിക്കുന്നു. കോപ്പിറൈറ്റ് വരും, അപ്പം അതുകൊണ്ട് കണ്ടുപിടിക്കട്ടെ. എന്താണെന്ന് അറിഞ്ഞിരിക്കണമല്ലോ. അങ്ങനെ നമ്മുടെ മോക്ക് ഡ്രില്ലും കാര്യങ്ങളൊക്കെ കണ്ട് കേട്ടോ. ശരിക്കും ഇന്ന് രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ കേൾക്കുന്നത് ഇതാണ്. ഞാൻ തൃശ്ശൂർ പൂരത്തിൻ്റേതുണ്ടല്ലോ, അത് നമുക്ക് ടി വിയിൽ ന്യൂസ് കാണാമല്ലോ എന്ന് വന്നിരുന്നതായിരുന്നു. അപ്പോൾ കേൾക്കുന്നത് ഇതാണ് കേട്ടോ, ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായെന്നുള്ള കാര്യം. അതോട് കൂടിയിട്ട് മനസ്സമാധാനം ഏകദേശം പോയി കിട്ടി. മീൻസ് വേറെ ഒന്നല്ല, ഒരു ചെറുതായിട്ട് ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. പിന്നെന്താ, ഇങ്ങോട്ടേക്ക് ചൊറിയാൻ കയറി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കയറി മാന്തല്ലോ, അതാണല്ലോ. അപ്പം ആ കാര്യം ആലോചിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് കേട്ടോ. പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോക്ക് ഡ്രില്ലിൽ കാണിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും അത് സ്കൂളുകളിലൊക്കെ അല്ലേ, സ്കൂളുകളിലൊക്കെ കുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിട്ടോ. നല്ല അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇപ്പോൾ ടി വിയിൽ മോക്ക് ഡ്രില്ലൊക്കെ കാണിച്ചു തന്നത്. അപ്പം ഞാൻ ആ സൈറൻ ആണല്ലോ പറയുന്നത്, കുറച്ച് എന്താ പറയുക, കുറച്ച് ലോങ് ആയിട്ടുള്ള സൈറൻ ഉണ്ടാവും എന്ന് അറിയില്ല. അപ്പോൾ ഇത് നിൽക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ള അറിയില്ലല്ലോ. അപ്പോൾ അതും അറിഞ്ഞ് അതൊക്കെ കണ്ട് പിന്നെ കുറേ സ്റ്റോറി സ്റ്റാറ്റസൊക്കെ ഇടുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി എന്താണെന്നല്ല നമുക്ക് അറിയില്ലല്ലോ അല്ലേ. എന്തായാലും നമുക്ക് നേരിടാം ഗൈസ്, നേരിടാം. ഇനിയിപ്പോൾ എന്താ, ഇനിയിപ്പോൾ പരിപാടിയൊന്നുമില്ല. അടിക്കലും തുടയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ, എനിക്ക് വീഡിയോ എടുക്കാനുണ്ട് കേട്ടോ.
പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ആ ലൈറ്റ് ഇല്ലടോ, എന്താ വയറിൻ്റെ മേലെ ഞാൻ ബൾബൊക്കെ ഇട്ടിട്ടില്ല, അത് കത്തിപ്പോയി. അതോടുകൂടി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാണ്ടായി ഗൈസ്. ഇന്ന് ഞാൻ നല്ലോണം വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതാണ് കേട്ടോ. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ മുതൽ ഞാൻ ടി വിയിൽ കണ്ടില്ല, ന്യൂസ് കാണാൻ വേണ്ടിയിട്ട് എന്തായി എന്നറിയാനുള്ള ഒരു ഇതില്ലേ, അപ്പം അതിൻ്റെ പുറകെയാണ്. അപ്പോൾ വീഡിയോ എടുക്കാനും പറ്റിയില്ല, പിന്നെ ലൈറ്റും ഇല്ല. പിന്നെ എനിക്ക് 2-3 സാധനം വന്നിട്ടുണ്ട്. നൈക്കേൻ്റെ ഒരു ബോക്സ് വന്നിട്ടുണ്ട്, പിന്നെ വേറെ 2 ബോക്സ് വന്നിട്ടുണ്ട്. പിന്നെന്താ, പിന്നെ ഒരു ബോക്സ് വന്നത് എന്താണെന്നറിയോ, നമ്മൾ പുതിയ ട്രൈപോഡ് വാങ്ങി, അതും വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരുന്നതാട്ടോ. പക്ഷേ ഇന്നിനിപ്പോൾ ഒന്നിനും കഴിയില്ല. ഇന്നിനിപ്പോൾ ഫുൾ ന്യൂസ് കാണും, എന്താണെന്ന് അറിയാലോ. ഇപ്പം ന്യൂസിൽ കാണിക്കുന്നത് വെച്ചാൽ ഈ പാകിസ്ഥാൻ ഇങ്ങനെ എന്താ പറയുക വെല്ലുവിളിക്കുന്നുണ്ടെന്ന് കാണിക്കുന്നത്. യുദ്ധം ചെയ്യാം, സമയം നിങ്ങൾക്ക് തീരുമാനിക്കാം, അങ്ങനെ എന്തൊക്കെയോ പറയുന്നത്. അപ്പോൾ യുദ്ധം ഉണ്ടാകൂല എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല, ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കാം. എന്തായാലും നമുക്ക് നേരിടാം ഗൈസ്.